ആദർശത്തിന് വേണ്ടി സ്വജീവൻ ത്യജിച്ച 19-കാരൻ സ്വർഗീയ വിശാൽ ദേശസ്നേഹികളുടെ മനസ്സിലെ സ്ഫുരിക്കുന്ന ഓർമ്മയാണ്. മതവർഗീയവാദികളുടെ കൊലക്കത്തിക്കിരയായ ABVP കാര്യകർത്താവ് വിശാലിന്റെ വീരബലിദാനത്തിനിന്ന് 14 വയസ്സ്. 2012 ജൂലൈ 17 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലാണ് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ ആക്രമണത്തിൽ വിശാൽ കൊല്ലപ്പെടുന്നത്. ഭരണകൂടത്തിന്റെ പ്രതികാര ബുദ്ധിയാൽ ഇന്നും വിശാലിന്റെ ബലിദാനത്തിന് നീതി അകലെയാണ്. ഒരാദർശദീപം കൊളുത്തു കേടാതായതാ ജന്മകാലം വളർത്തു അതിനായ ഹോരാത്രമേകൂ സ്വജീവന്റെ രക്തം. രാഷ്ട്രചിന്തയും സംഘമാർഗവും വരിച്ച കൗമാരക്കാരൻ, നാട്ടുകാരുടെ പ്രിയപ്പെട്ടവൻ, കുട്ടികളുടെ ചേട്ടൻ. ഇരുവശത്തും കുട്ടിക്കൂട്ടവുമായി സംഘസ്ഥാനിലേക്ക് നടന്നുപോകുന്ന വിശാലിന്റെ ചിത്രം ഇന്നും ചെങ്ങന്നൂരിലെ കോട്ടയിലെ നാട്ടുകാരുടെ മനസ്സിൽ മായാതെയുണ്ട്. യൗവനത്തിന്റെ പടിതൊട്ട വിശാലിന്റെ പ്രവർത്തനം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിനൊപ്പം. സംഘശാഖയിലൂടെ കൈവന്ന സംഘാടക മികവ് വിദ്യാർത്ഥി പരിഷത്തിലും വിശാലിനെ മികച്ച കാര്യകർത്താവാക്കി. ഒപ്പം എതിർ പ്രസ്ഥാനങ്ങളുടെ നോട്ടപ്പുള്ളിയും. ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള രാഷ്ട്രവിരുദ്ധ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകളെടുത്ത ചെറുപ്പക്കാരനെ മുൻപേ ക്യാമ്പസ് ഫ്രണ്ട് തീവ്രവാദികൾ നോട്ടമിട്ടിരുന്നു. 2012 ജൂലൈ 16 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് കവാടത്തിൽ നവാഗതരായ വിദ്യാർത്ഥികളെ സരസ്വതി പൂജ നടത്തി സ്വാഗതം ചെയ്യുന്ന തിരക്കിലായിരുന്നു അന്നത്തെ ABVP നഗരസമിതി പ്രസിഡന്റായിരുന്ന വിശാൽ. മാരകായുധങ്ങളുമായി എത്തിയ ക്യാമ്പസ് ഫ്രണ്ട് തീവ്രവാദികൾ വിശാലിനെയും സുഹൃത്തുക്കളെയും ക്രൂരമായി കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ കൊലക്കത്തി ആ യുവശരീരത്തിൽ ആഴത്തിൽ മുറിവുണ്ടാക്കി. ആന്തരിക അവയവങ്ങൾക്ക് മാരകമായി പരിക്കേറ്റ വിശാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പിറ്റേന്ന് പുലർച്ചെ മരണത്തിന് കീഴടങ്ങി. ക്യാമ്പസ് ഫ്രണ്ട് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി കൊലപാതകമായിരുന്നു വിശാലിന്റേത്. വിശാലിനൊപ്പം ഉണ്ടായിരുന്ന 2 ABVP പ്രവർത്തകർക്കും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. വിശാൽ വധക്കേസിൽ പ്രായപൂർത്തിയാവാത്ത ഒരാൾ ഉൾപ്പെടെ 20 പേർക്കെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. ഭരണകൂടത്തിന്റെ നീചമായ പ്രതികാര ബുദ്ധിയിൽ വിശാലിന്റെ ധീരബലിദാനത്തിന് ഇന്നും നീതി അകലെയാണ്. വിശാൽ വധക്കേസിലെ മുഴുവൻ പ്രതികളെയും കഴിഞ്ഞ വർഷം കോടതി വെറുതെ വിട്ടു. തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ നീതിക്കായി ഏതറ്റം വരെയും പോരാട്ടം തുടരുമെന്ന വിശാലിന്റെ പ്രിയപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വിശാൽ തിരഞ്ഞെടുത്ത ആദർശവും മുന്നോട്ട് നടന്ന മാർഗവുമാണ് മത തീവ്രവാദികളെ ചൊടിപ്പിച്ചത്. സ്വർഗത്തേക്കാൾ മഹത്തരമായ പിറന്ന നാടിനെ ജീവാർപ്പണം ചെയ്ത സ്വർഗീയ വിശാൽ ഇന്നും ജീവിക്കുന്നുണ്ട്. വിശാൽ നടന്ന പാതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ഹൃദയങ്ങളിൽ ധീര സഹോദരന്റെ വീരബലിദാനത്തിന് ഇന്നും നൽകുന്ന ജ്വലിക്കുന്ന പ്രേരണയ്ക്ക് കണ്ണീർ പ്രണാമം. ന്യൂസ് ഡെസ്ക് ജനം.